ഇടതുപക്ഷം ഭരണത്തിലുണ്ടായിരുന്ന കാലത്ത് ഒരു മന്ത്രിയെക്കുറിച്ചും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. ആ കൂടി പിണറായിയെ പിൻ പോയിൻ്റ് ചെയ്തുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ പ്രധാനമായത് വീണയുടെ ബിസിനസ്സാണ്. വീണയുടെ ബിസിനസ് മുഖ്യമന്ത്രിയാണ് നടത്തുന്നത് എന്ന മട്ടിലാണ് കാര്യങ്ങളെല്ലാം പോയത്. എന്ത് പറയാനാ? അത് ശരിയായ നടപടിയാണോ? മക്കൾ ബിസിനസ് ചെയ്യുന്നതിന് നമ്മളെന്താ എന്നെ എതിരെ നിൽക്കുന്നത്? പക്ഷെ അവരൊരു തെറ്റ് ചെയ്തു. അതെന്താ തെറ്റ്? ഈ പിണറായി വിജയൻ്റെ കൂടെ അങ്ങ് താമസിക്കാൻ തുടങ്ങി. അവിടെയാണ് വിഷയം. ഭർത്താവിനില്ലേ വീട്, ആ വീട്ടിൽ താമസിച്ചുകൂടെ? എന്തുകൊണ്ട് അവർ ചെയ്തില്ല? അഡ്രസ്സ് കൊടുക്കുന്നതെല്ലാം പിണറായി വിജയൻ്റെ അഡ്രസ്സ്. എന്താ അതിനകത്ത് ഒരു കുഴപ്പമില്ലേ? അതൊക്കെയാണ് അവർ ചെയ്ത തെറ്റ്. അതൊക്കെ അവർ തിരുത്തണം. മറ്റൊന്ന്, ഭരണത്തിൽ എന്തെങ്കിലും ചീത്തക്കാര്യങ്ങൾ നടന്നതായിട്ട് ഇവരെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വീണ് കിട്ടിയ ചില സമരങ്ങളെ ആയുധമാക്കി എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായിരുന്നു വീണ് കിട്ടിയ സമരങ്ങൾ? SUC സ്പോൺസർ ചെയ്ത SUCIയെ കൊണ്ട് ചെയ്യിച്ച UDF സമരമായിരുന്നു ആശാസമരം. അത് തന്നെ മാന്യമായിരുന്നോ? അല്ല. വളരെ കുറഞ്ഞ വേതനം വാങ്ങിച്ചുകൊണ്ടിരുന്നവരായിരുന്നു അവർ. അത് പടിപടിയായി ഉയർത്തി. ഈ VD സതീശൻ വർദ്ധിപ്പിക്കുന്നതിന് മുമ്പുള്ള തുകയിലെത്തിച്ചത് ആരാ? ഇടതുപക്ഷമാണ്. അപ്പോൾ അവർക്ക് ആത്മാർത്ഥതയില്ലാന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇതെങ്ങനെയാണ് തെളിയിക്കപ്പെടുന്നത്? അപ്പോൾ അതൊരു മോശമായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഇവർ ചെയ്യുമോ? 3000 രൂപ കിട്ടി, ഇനി തുടർന്ന് 21,000 രൂപ ആക്കണ്ടേ? അതിനുള്ള സമരം ഈ SUCI ഏറ്റെടുക്കുമോ? ഇല്ല. അതിൻ്റെ കാരണം എന്താ? പൈസയില്ല. പൈസ മുടക്കിയാരാ? UDF. അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ എന്താ യഥാർത്ഥ തോൽവിക്ക് കാരണം? എനിക്ക് 2 കാര്യങ്ങളേ തോന്നിയിട്ടുള്ളൂ. ഒന്ന്, വളരെ നാളായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്നു, മാറ്റി ചിന്തിക്കുകയാണ്. അല്ലാതെ അതിൻ്റെ ഭരണവിരുദ്ധ വികാരമല്ല, മറ്റു കാര്യം. വേറൊരാൾ വരട്ടെ എന്നൊരു ധാരണ. രണ്ടാമത്തെ, ന്യൂനപക്ഷ വിരുദ്ധ വോട്ടുകൾ, ന്യൂനപക്ഷമായ ആളുകളെ വിരുദ്ധ ചേരിയിൽ എത്തിച്ചതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട പങ്ക് മുഴുവൻ SNDP മുതലാളിക്കാണ്. അത് നിയന്ത്രിക്കേണ്ടതായിരുന്നു അവർക്ക് തോന്നേണ്ടതല്ലേ? അവരെന്തേ ചെയ്തില്ല? അതൊരു ചോദ്യമാണ്. അപ്പോൾ ഇതുപോലുള്ള കാരണം തോൽവി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ ഭീകരമായ ജോലി UDFനുണ്ടായിട്ടുള്ളൂ. 9 സീറ്റിലായിട്ടില്ലേ കരുണാകരൻ? അത് തോൽവിയില്ലായിരുന്നു. അപ്പോൾ തോൽവി എന്ന് പറയുന്നത് ചില പ്രത്യേക കാരണങ്ങളുടെ പേരിൽ ഉണ്ടാവുന്നതാണ്. അത് മനസ്സിലാക്കാനുള്ള വിവേകം ജനങ്ങൾ പ്രകടിപ്പിക്കണം.